ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ഞാൻ ലിവിങ് റൂമിൽ കുറച്ച് ചെറിയ ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പ്ലാന്റ്സുകൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ ഈ കോഫി ടേബിളും അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും അതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് ചെയ്യട്ടെ കേട്ടോ. ഇനിയിപ്പോൾ സോഫയാണ് കേട്ടോ. സോഫയും ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് നല്ലോണം നനച്ചിട്ട് നല്ലോണം പിഴിഞ്ഞിട്ട് അത് നല്ലോണം ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇതുപോലെ ചെയ്യണം. കാരണം സോഫമ്മേലൊക്കെ നല്ലോണം പൊടി ഉണ്ടാവും. പിന്നെ നമ്മൾ എന്ത് കാര്യം അതിനനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിലാണ് കേട്ടോ അത് അതിൻ്റെ ഭംഗിയിലും അതിൻ്റെ ആ ഒരു വൃത്തിയിലും ഒക്കെ ഉണ്ടാവുള്ളൂ. അതങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാൻ ഒരു വൃത്തിയും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിലും അത് നോക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേടന്ന് പോവുകയും ചെയ്യും. നമ്മളിതുപോലെ എല്ലാതും അതിനനുസരിച്ചിട്ട് ക്ലീനാക്കും എല്ലാതും ചെയ്യുകയാണെങ്കിൽ അത് എന്നും ആ ഒരു ഭംഗിയിൽ തന്നെ നിൽക്കും കേട്ടോ. അങ്ങനെ ലിവിങ് റൂമത്തെ ചെറിയ ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ ഇതാ ഇനിയിപ്പോൾ ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണും ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ വേഗം ലഞ്ചും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ. ലഞ്ചിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊന്നും കാണിക്കണില്ല. കാരണം ഇന്ന് നോർമലായിട്ടുള്ള മീൻ മുളകിട്ടതും ചെറുപയറുപ്പേരിയും പിന്നെ മാന്തൾ പൊരിച്ചതുമാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വേഗം അതൊക്കെ ഒന്ന് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വരാം. അങ്ങനെ അതാ കുക്കിങ്ങും കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിരിക്കണ്. ഇനിയിപ്പോൾ ഇന്ന് ഈ ഭാഗത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ഒന്ന് വെള്ളം മാറ്റി കൊടുക്കാനും അതൊന്ന് കഴുകിയിട്ട് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് വെച്ച് കൊടുക്കാനും ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാൻ കേട്ടോ. എപ്പോഴാണോ വിചാരിക്കുന്നത് അപ്പോഴാണ് ചെയ്താലുള്ളൂ അത് ആ ഒരു സമയത്ത് തന്നെ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ അതങ്ങനെ മറന്നിട്ട് പോവും.
പിന്നെ ഇത് വൈകുന്നേരമാണ് കേട്ടോ, കുട്ടികൾക്ക് പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഉരുളക്കിഴങ്ങ് കനം കുറച്ചിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട്, ഞാനിവിടെ ഒരു 5 ഉരുളക്കിഴങ്ങാണ് കേട്ടോ മീഡിയം സൈസിലുള്ളത് എടുത്തുക്കണത്. അത് കനം കുറച്ചിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1.5 ടേബിൾ സ്പൂൺ മൈദയും 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണ് കായപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഒറിഗാനോ, ആവശ്യത്തിന് കുറച്ച് കുരുമുളക്, എല്ലാതും കൂടി നല്ലോണം ഒന്ന് മസാല തേച്ചെടുത്തതാണ് കേട്ടോ. അതിങ്ങനെ ചൂടായ എണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിക്കണേ. കുറച്ചൊക്കെ മക്കൾ അതിൻ്റെ ഇടയിൽ തന്നെ കൊണ്ടുപോയിട്ട് തിന്നിക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ഇതുപോലെ ഇതിൻ്റെ മുകൾക്ക് മയോണൈസും അതുപോലെ കെച്ചപ്പും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കേൾക്കാൻ. ഇനിയിപ്പോൾ ഇത് വേണമെന്നില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. കുറച്ച് മയോണൈസും കുറച്ച് കെച്ചപ്പും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. സ്കൂളിൽ വരുമ്പോഴൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.